തള്ളിപ്പറയൂന്ന് എനിക്ക് എന്നെങ്കിലും തോന്നിയാ നിന്നെ ഞാനെന്ന് തട്ടിക്കളയും. അതാ അംബിക. ഈ നടക്കാൻ ഒരു സാധ്യത ഇല്ലാത്തതിനെ കുറിച്ച് അമ്മ എന്തിനെങ്ങനെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നേ? എന്റെ അമ്മേ, ഞാനൊരു സംശയം ചോദിക്കുക. ഇവര് വന്ന് കയറിയപ്പോ മുതല് എന്റെ മനസ്സിലുണ്ടായ ഡൗട്ടാ. അതായത് അമ്മായിയുടെ അറിവോട് കൂടിയാണോ ഈ സ്ത്രീ ഇങ്ങോട്ട് എൻട്രി ആയിരിക്കുന്നത്? ആ കാര്യത്തില് എനിക്ക് സംശയമുണ്ടാ ദീപക്കെ. അവള് നമ്മുടെ കയ്യിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് നേരെ കൽക്കട്ടയ്ക്ക് മുങ്ങിയതാവും. എന്നിട്ട് ഇവര് കൽക്കട്ടയിലായിരുന്നല്ലോ. അവിടെ ചെന്ന് ഇവരെ ഇളക്കി വിട്ടതാണെങ്കിലോ? പറഞ്ഞു വരുമ്പോ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവരവളുടെ സ്വന്തം അമ്മയല്ലേ. കരഞ്ഞു പറഞ്ഞപ്പോ പഴയ വൈരാഗ്യമൊക്കെ അവര് മറന്നു കാണും. അപ്പൊ ഈ സരസ്വതി വന്നിരിക്കുന്നത് നമ്മളോട് നേരിട്ട് പകവിട്ടാനാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അങ്ങനെ ചിന്തിച്ചാ ആ, അതിനൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയായിരുന്നെങ്കിൽ ആ പത്മാവതിയെ കൊല്ലാതെ വിട്ടത് ബുദ്ധിമോശമായി പോയി. അവനെയൊക്കെ തട്ടികളായിരുന്നു. അമ്മ എന്താ പറയാതിരുന്നേ? എടാ, അവളെ ജീവനോടെ വേണമെന്ന് തോന്നിയതുകൊണ്ട്. പല കാര്യങ്ങളിലും അവളുടെ സിഗ്നേച്ചർ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവള് രക്ഷപ്പെട്ടത് നമുക്ക് ആപത്തായി മാറുക. അവരിപ്പോ കൽക്കട്ടയിലായിരിക്കോ? ഛേ, അതൊക്കെ സംശയം മാത്രമല്ലേ. ഇനി കൽക്കട്ടയിൽ ഇവരെ കാണാൻ പോയെങ്കിലും ഇവര് തിരിച്ചു പോന്നതോടെ അവളും പോന്നു കാണും. അവര് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പൊക്കാമേ. പൊക്കണം. കയ്യും കാലും തല്ലി ഒടിച്ച് അവളെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കണം. എല്ലാ ഒപ്പുകളും വാങ്ങിയിട്ട് നമുക്ക് അവളെ കാലപുരിക്ക് അയക്കാം. അച്ഛൻ അറിയൂ ഒരു സരസ്വതി തമ്പുരാട്ടിയെ? ഞാൻ ഒരു സരസ്വതി തമ്പുരാട്ടി മാത്രമേ അറിയൂ. അവരാണെങ്കിൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ. അച്ഛാ, അത് തന്നെ ഞാനും പറയുന്നത്. വർമ്മ സാറിന്റെ മദറിലോ, ഋതിക മേഡത്തിന്റെ മുത്തശ്ശി. ബാക്കിയൊക്കെ ഞാൻ പറയാം. പത്മാവതി മേഡത്തിന്റെ അമ്മ. അവരിവിടെ ഇല്ലല്ലോടാ മോന്, അങ്ങ് കൽക്കട്ടയില. അച്ഛാ, അവര് കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വന്നു. അവരിപ്പോ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട്. നേരാണോടാ? അതെ അച്ഛാ. അതിശയമായിരിക്കുന്നല്ലോടാ. അവരൊരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി സൂര്യമംഗലം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നാലും അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അവരിപ്പോ എവിടെ ഉണ്ടോ? ഉണ്ട്. എന്തായാലും അവരുടെ ഈ വരവ് എനിക്കങ്ങ് ഇഷ്ടായി. ഇനി വർമ്മ സാറിന്റെ വീട്ടില് ചിലതൊക്കെ നടക്കും. പലരുടെയും മുഖംമൂടികൾ തെറിക്കും. മോനെ, നീ തമ്പുരാട്ടിയോട് വളരെ ബഹുമാനത്തോടുകൂടി പെരുമാറണം കേട്ടോ. അവര് പൊന്നാണ്, പത്തരമാറ്റ് തനി തങ്കം. സ്നേഹത്തോടെ പെരുമാറണമെന്ന് അച്ഛൻ പറയുന്ന കാര്യം വേറെയാ. ഇതെന്താ പതിവില്ലാത്ത സഹായങ്ങളും മറ്റും? വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. അച്ഛന്റെ വക ഒരു അഡ്വൈസ്, അതാ ഇത്ര സന്തോഷം. വിളിച്ചു, ഇപ്പൊ വരും. ഇല്ല ചെറിയ, ഞാനിന്ന് വിളമ്പ് സെക്ഷനില്. ഋതുമോളിന്ന് വലിയ സന്തോഷത്തിലാ ചേരട്ടാ. അച്ഛനും മോളും തമ്മില് എന്തോ കോംപ്രമൈസ്. കോംപ്രമൈസ് അല്ല, ചെറിയൊരു അഡ്വൈസ്. നല്ല രസകരമായ തമാശയാണെങ്കിൽ ഞങ്ങളും കൂടി ഒന്ന് കേക്കട്ടെ. ഞങ്ങൾക്കും ചിരിക്കാലോ. എല്ലാവർക്കും ചിരിക്കാൻ പറ്റിയ തമാശ അല്ല അമ്മായി പറഞ്ഞത്. അമ്മയെ വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട് ചേട്ടാ, ഇപ്പൊ വരും.
ഇരിക്കുന്നേ. അല്ല, ഇതെല്ലാം യാമിനി മേഡം ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ? അതെ. ആ, അതുകൊണ്ട് ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. ആ, തമ്പുരാട്ടിക്ക് ആഹാരം കൊടുത്തോളൂ. പ്രതാപനിന്ന് പ്രോഗ്രാം ഒന്നല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാം 6 മണിക്കും അങ്ങ് തീർത്തു. ചെറിച്ച ദേ, അച്ഛന് ഇഷ്ടപ്പെട്ട കറിയാ. അമ്മയ്ക്ക് ആഹാര കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശം ഉണ്ടെങ്കിൽ യാമിനിയോട് പറഞ്ഞാൽ മതി. അതെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ചപ്പാത്തി എടുക്കട്ടെ? ഏയ്, അവന് വേണ്ടത് എന്താന്ന് വെച്ചാ അവൻ പറയില്ലേ? നീ എന്തിനാ വെറുതെ? അച്ഛൻ പലതും പറയില്ല. ഇതൊക്കെ അച്ഛൻ ഇഷ്ടാ. അതാ ഞാൻ വിളമ്പി കൊടുക്കുന്നത്. അച്ഛാ, കുറച്ചുകൂടി കറി? വേണ്ട.